You are watching TV Next. നമസ്കാരം ചേട്ടാ. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ പൂച്ചൽ ഖാദർ സാറിൻ്റെ പേരിലുള്ള വളരെ മനോഹരമായ ഒരു പ്രൗഢഗംഭീരമായ അവാർഡ് നിശ സംഘടിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രസിഡൻ്റാണ് നമ്മുടെ സുധീർ ഏട്ടൻ. എങ്ങനെയാണ് ഈ ഒരു അവാർഡ് നിശയിലേക്ക് എത്തിയത്? എത്ര കാലമായി നടത്തുന്നു? ഇത്രത്തോളം ആൾക്കാർക്ക് അവാർഡ് കൊടുക്കാൻ വളരെ കഷ്ടപ്പാടുണ്ടാവും പല മേഖലയിലുള്ള ആൾക്കാരെ. ഇതൊക്കെ എങ്ങനെയാണ് സജ്ജീകരിച്ചത്? ഇതിപ്പോൾ നമ്മൾ പൂച്ചൽ ഖാദർ സാറിന് തലസ്ഥാന നഗരിയിൽ സ്നേഹിക്കുന്ന ആളുകളെല്ലാം കൂടി ചേർന്നുള്ളൊരു കൂട്ടായ്മയാണ് പൂച്ചൽ ഖാദർ കൾച്ചറൽ ഫോറം എന്ന് പറയുന്നത്. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്താണ് പ്രിയപ്പെട്ട ഖാദർ സാറ് നമ്മളെ നാടിനോട് വിട പറയുന്നത്. അപ്പോൾ ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തായതുകൊണ്ട് തന്നെ തലസ്ഥാന നഗരിയിൽ അന്ന് പരിപാടിയൊന്നും നടത്താൻ പറ്റാത്ത ഒരു സമയമായിരുന്നു. വളരെ പാടുപെട്ടാണ് ഭാരത് ഭവനിൽ വെച്ച് നമ്മൾ ഖാദർ സാറിന് ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയത്. അന്ന് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അങ്ങനെ അന്ന് എടുത്തൊരു തീരുമാനമാണ് സാറിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സംഘടന വേണമെന്നുള്ളത്. അപ്പം നമ്മൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ അത് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടി കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ നാട്ടുകാരനും കൂടി ആയതുകൊണ്ട് അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ളത് എന്നെ ചുമതലപ്പെടുത്തി. അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ അനുസ്മരണമാണ് ഇന്ന് നടന്നത്. ആദ്യത്തെ അനുസ്മരണം നമ്മൾ മുസ്ലിം അസോസിയേഷൻ ഹാളിൽ വെച്ചായിരുന്നു. രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം സൗത്ത് പാർക്ക് ഹോട്ടലിൽ വെച്ചായിരുന്നു. ഈ പ്രാവശ്യം മൂന്നാമത്. ഇത് നമ്മൾ മുൻ മന്ത്രി പന്തള സുധാകരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് ഇതിൻ്റെ ജൂറി കമ്മിറ്റി, 7 അംഗങ്ങളുള്ള ഒരു ജൂറി കമ്മിറ്റി. ഞങ്ങൾ 3 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കൂടി ഇത് വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. പൂച്ചൽ ഖാദറിൻ്റെ പേരിൽ ഇങ്ങനെ ദൃശ്യ മാധ്യമ അംഗങ്ങൾക്കും അതുപോലെ തന്നെ സിനിമ ടെലിവിഷൻ രംഗത്തുള്ളവർക്കും എല്ലാം പിന്നെ പുരസ്കാരം കൊടുക്കുന്നു. ആ കാറ്റഗറിയും എല്ലാം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏതാണ്ട് 1000-ലധികം എൻട്രികളാണ് 3 വിഭാഗങ്ങളുമായിട്ട് വന്നത്. അതിൽ മീഡിയയാണ് നമ്മൾ പേഴ്സണലായിട്ട് നമ്മളൊരു പാനൽ സെലക്ട് ചെയ്ത് ജൂറി കമ്മിറ്റി കൊടുത്ത് അങ്ങനെ ഇത്. ബാക്കി എല്ലാത്തിൽ നിന്നും ഒരു 2000-ഓളം വന്ന ആളുകളിൽ നിന്നാണ് സെലക്ട് ചെയ്തെടുത്തത്. അപ്പോൾ അതിൽ ഏറ്റവും പറയാൻ പറ്റുന്ന ഒരു അഭിമാനകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും എൻട്രി വരുമ്പോൾ നമ്മൾ 1 രൂപ പോലും എൻട്രി ഫീസ് വാങ്ങിച്ചിട്ടില്ല. സാധാരണ അവാർഡ് കൊണ്ടുകൊടുത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോൾ ഒരു എൻട്രി ഫീസ് വാങ്ങിക്കാറുണ്ട്. നമ്മൾ 1 രൂപ പോലും എൻട്രി ഫീസ് വാങ്ങിക്കാതെയാണ് ഈ അവാർഡ് ജേതാക്കളെല്ലാം തീരുമാനിച്ചത്. അതിൽ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാനോ ഞങ്ങളുടെ ഭാരവാഹികളോ ആരും തന്നെ ഇടപെട്ടിട്ടില്ല. അത് പന്തള സുധാകരൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് അത് കൈകാര്യം ചെയ്ത് നമ്മൾ വന്നത് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അവരിരുന്ന് കൈകാര്യം ചെയ്താണ് ആ സംവിധാനം തിരഞ്ഞെടുത്തത്. അത് നന്നായി ഒരു അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിയെന്ന് ഇന്നിപ്പം ഇവിടെ ബോധ്യമായിട്ടുണ്ട്. അതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് പൂച്ചൽ ഖാദർ സാറിൻ്റെ പേരിൽ ഇങ്ങനെ അവാർഡും വളരെ സൂക്ഷ്മത പാലിക്കണമെന്നാണ് നമുക്ക് കരുതൽ ഉണ്ട്. ആ ഇതിലാണ് ഇന്നിപ്പോൾ ആളുകളെല്ലാം തിരഞ്ഞെടുത്തത്. ഞാനൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഗാനങ്ങൾ പൂച്ചൽ ഖാദർ എന്ന സിനിമകളിൽ കണ്ട് വളർന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ എങ്ങനെ വിലയിരുത്തുന്നു? നമ്മളൊക്കെ കൊച്ചിലെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ജനിച്ച് ഇങ്ങനെ അറിയാറായ കാലം മുതൽ ആകാശവാണിയിൽ കൂടി രാവിലെ പൂച്ചൽ ഖാദറിൻ്റെ ഗാനം കേട്ടാണ് നമ്മൾ ഒരു ദിവസം ഉണരുന്നത്. പക്ഷെ ആ സമയത്ത് സാർ അവിടെ ഇല്ല. സാറ് മദ്രാസിലാണ്. സിനിമ ഗാന രചയിതാവെന്നുള്ള തിരക്കിൽ സാറ് മദ്രാസിലായിരുന്നു. മദ്രാസിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് സാറിനെ ഞാനൊക്കെ നേരിട്ട് പോലും കാണുന്നത്. അപ്പം ഞങ്ങൾ തൊട്ടടുത്ത വീട്ടുകാർ തന്നെ ആയതുകൊണ്ട് അവിടെ ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളെയൊക്കെ കാണാൻ വരും. സാറ് പിന്നെ തിരുമല സെറ്റിലായി. ഈ ബന്ധുക്കളെ കാണാൻ വരും. പിന്നെ ഞാൻ ഈ പൂച്ചലിൽ ഒത്തിരി പരിപാടികളിലൊക്കെ സാറിനെ വിളിക്കുമ്പോൾ സാറങ്ങനെ പൂച്ചലിൽ ഒരുപാട് പരിപാടികളിലൊന്നും പങ്കെടുക്കില്ല. പക്ഷെ നമ്മൾ സ്നേഹത്തോട് വിളിക്കുമ്പോൾ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും അവസാനം പൂച്ചലിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ PTA പ്രസിഡന്റ് ആയിരിക്കുന്ന പൂച്ചൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു പരിപാടിക്കാണ് പൂച്ചലിൽ സാറ് അവസാനമായി പങ്കെടുക്കുന്നത്. പിന്നെ സാറിൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പുല്ലിനെ പോലും നോവിക്കാതെ നടന്നു പോകുന്ന, ഇപ്പോൾ ഈ തിരുമല താമസിക്കുമ്പോൾ തന്നെ ഒരു ജാടയില്ലാതെ KSRTC ബസ്സിൽ എന്ത് ചെയ്യും, പൂച്ചലിൽ വന്നിറങ്ങും. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കുള്ളൊരു സാറിന് നേരിട്ട് ഇത് ചെയ്യാൻ സാറ് എഞ്ചിനീയറായിരുന്നു. ഇങ്ങനെ പൂച്ചൽ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ സമയത്ത് സാറ് കുറച്ച് നാൾ അവിടെ അങ്ങനെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് കുറച്ച് നന്നായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞത്. സാറിൻ്റെ സാറാണല്ലോ നമ്മളെ നാടിനെ. ഇപ്പം ഞാൻ പൂച്ച സുധീർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നാട്ടിൽ എവിടെ പോയാലും ആദ്യം ആളുകൾ ചോദിക്കുന്നത് പൂച്ചക്കാർ എന്നെങ്ങനെയാണ്, അടുത്ത ബന്ധുവാണോ അല്ലെങ്കിൽ അയൽക്കാരനാണോ എന്നുള്ളത്. എൻ്റെ നാടിനെ
ലോകം മുഴുക്ക മലയാളികളുള്ള എല്ലായിടത്തും അറിയിപ്പിച്ചത് സാറാണ്. ആ സാറിനോടുള്ള ഒരു കടപ്പാടാണ് നമ്മുടെ ഈ പരിപാടി. നമ്മുടെ ഒരു സംഘടനയ്ക്ക് ഇനി അടുത്തൊരു പടി എന്താണ്? ഞങ്ങളിപ്പോൾ ജീവകാരുണ്യ രംഗത്ത് കുറേ പരിപാടികൾ ചെയ്തു വരുന്നുണ്ട്. അത് നമ്മൾ ഒരാളും ഫേസ്ബുക്കിൽ പോലും പോസ്റ്റ് ചെയ്യാതെയാണ് ആ പരിപാടികൾ ചെയ്തു വരുന്നത്. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള തരത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിനെ ഒന്ന് വിപുലീകരിക്കണം. പിന്നെ ഡിസംബർ 25 ക്രിസ്മസ് ദിനത്തിലാണ് പുള്ളി ജനിച്ചത്. അപ്പോൾ ജന്മദിനത്തിനൊരു സാഹിത്യകാരന്മാർ, പുള്ളി എഴുത്ത് വീട്ടിലായാലും സാഹിത്യകാരന്മാരുടെ ഒരു ഇതെന്നുള്ള രീതിയിൽ ഒരു ആദരവും കാര്യങ്ങളും കൊടുക്കുന്നത് കോഴിക്കോട് വെച്ച് നടത്തണം എന്നുള്ള തരത്തിൽ നമ്മൾ സംഘടന ഒരു തീരുമാനമുണ്ട്. അതാണ് അടുത്തുള്ള ഒരു പ്രധാനപ്പെട്ട സംവിധാനം. എന്തായാലും വളരെ പ്രൗഢഗംഭീരമായ വലിയൊരു ചടങ്ങാണ് നമ്മുടെ അനന്തപുരിയിൽ നടന്നത്. അതിൻ്റെ സംഘാടകൻ എന്നൊരു നിലയിലും നിങ്ങളുടെ കമ്മിറ്റിക്കാരെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അപ്പം ഇനിയും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഉയരങ്ങളിലെത്തട്ടെ. ഒരുപാട് ഇതുപോലെ അറിയപ്പെടുന്നതുമായ ആർട്ടിസ്റ്റുകളെ ആദരിക്കാനും അവർക്ക് അംഗീകാരം കിട്ടാനുള്ള വേദിയായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.